ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റസ് ലേൺ. ബറാത്ത് രാവൊക്കെ ആണല്ലോ അല്ലേ. ബറാത്ത് രാവിന് നമ്മളെല്ലാവരും മധുര പലഹാരം ഉണ്ടാക്കുമല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു നെയ്യപ്പം ഉണ്ടാക്കാം. നിങ്ങളുടെ വീട്ടിൽ എന്താണ് മധുര പലഹാരമായിട്ട് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. നമ്മളിതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് പൊന്തി നിൽക്കുന്ന നെയ്യപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 പപ്പടം എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണ് കേട്ടോ. പപ്പടത്തിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുതിർത്ത് വെക്കാം. ഇനി 250 ml കപ്പിൽ 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് രാത്രിയിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ആയപ്പോൾ അരിയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ്. അപ്പോൾ ഞാനിവിടെ ഈ അരിക്ക് പാകമായിട്ടുള്ള ശർക്കരയാണ് എടുക്കുന്നത്. 3 അച്ച് ശർക്കര, അതായത് ഒരു 125 ഗ്രാം ശർക്കര എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് പാനിയാക്കി ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ മാത്രമാണ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കേണ്ടതുള്ളൂ കേട്ടോ. അപ്പോൾ വെള്ളം അധികം ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ശർക്കര പാനിയിൽ തന്നെയാണ് അരി അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുതിർത്ത് വെച്ച ആ പപ്പടം, വെള്ളമില്ലാതെ പപ്പടം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. നന്നായി ഫൈനാക്കി തേങ്ങ അരക്കുന്നത് പോലെയൊന്നും അരക്കണ്ട. കുറച്ച് തരി വേണം ഇതിൽ. ആ രീതിയിലൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ജാറിൽ കൊള്ളാത്തത് കൊണ്ട് 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പം നോക്കിയാൽ കാണുന്നുണ്ടായിരിക്കും, കുറച്ച് തരി ഉള്ള രീതിയിലാണ് അരച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. മൈദ ഒരു ഹെൽത്തി ഓപ്ഷൻ അല്ലാത്തതുകൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്തതാണ്. അപ്പോൾ ഇതൊരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുല കൊണ്ടോ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. പൊടിയൊന്നും കട്ട കെട്ടരുത്. ആ രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് കടിക്കാനും ഒരു ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. ബാലൻസിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നെയ്യപ്പം ആകുമ്പോൾ നെയ്യ് വേണമല്ലോ. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. 6 മുതൽ 8 മണിക്കൂർ വരെ നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു റാപ്പ് കൊണ്ടാണ് കവർ ചെയ്യുന്നത്. നല്ല തണുപ്പൊക്കെയുള്ള സ്ഥലമാണെങ്കിൽ കയ്യിൽ ഇതുപോലത്തെ ഒരു റൈസ് കുക്കർ ഉണ്ടെങ്കിൽ അതിൽ ഇറക്കി വെക്കാം കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചാൽ മതി. ഈ ഒരു 6 മണിക്കൂറിൻ്റെ ഉള്ളിൽ മാവ് നന്നായിട്ട് ഫെർമെൻ്റായി കിട്ടിക്കോളും. ഞാനിപ്പോൾ ഒരു 7 മണിക്കൂറാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നന്നായി ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുടാൻ തുടങ്ങാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അപ്പം ശരിയായി കിട്ടില്ല. അപ്പോൾ എണ്ണ നന്നായിട്ട്
നന്നായി ചൂടാവാൻ വെച്ചതിന് ശേഷം പിന്നെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ചൂട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. ഇനി നമുക്കിങ്ങനെ ഓരോ കയ്യിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടോ, നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് പൊന്തി വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഒരു ഭാഗം കളറായത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ സമയത്തൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് നേരം ഇട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട, കാരണം കളർ മാറാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അത് ഹാർഡായി പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോൾ തന്നെ നമുക്കത് എടുത്ത് മാറ്റാം കേട്ടോ. ഇങ്ങനെ ആ ഒരു ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാക്കിയെല്ലാം അപ്പോൾ ഇതേപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഫ്ലെയിം കുറയ്ക്കാനൊന്നും നിൽക്കരുത്, അപ്പോൾ ചിലപ്പോൾ ശരിയായിട്ട് കിട്ടില്ല. ഒരേ ഒരു നന്നായിട്ട് ചൂട് കിട്ടുന്ന ആ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം കേട്ടോ. എന്ന് കരുതി ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് വെക്കരുത്, അപ്പോൾ പുറം മാത്രം കരിഞ്ഞു പോവുകയാണ് ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിം കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ നെയ്യപ്പൊക്കെ റെഡിയായി കിട്ടിയപ്പോൾ ഇതാ ഇങ്ങനെയായിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്, ഇങ്ങനെ നാര് പോലെ കിട്ടിയിട്ടുണ്ട്. ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലൊന്ന് നെയ്യപ്പം ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മധുരം കൂടുതൽ വേണ്ടവരാണെങ്കിൽ കുറച്ചുകൂടെ ശർക്കര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ഫ്രം ലെറ്റസ് ലേൺ.